വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോബിൻ്റെ രണ്ടാമത്തെ സുഹൃത്ത് ബിൽദാദ് ദൈവത്തിൻ്റെ നീതിയെ സംരക്ഷിച്ച് സംസാരിക്കുന്നു. ജോബിൻ്റെ വേദന ദൈവശിക്ഷയുടെ ബലമാണെന്നും ദൈവം നീതിമാന്മാരെ സംരക്ഷിക്കുമെന്നും ബിൽദാദ് വാദിക്കുന്നു. ദൈവം ഒരിക്കലും നീതിയെ മറച്ചുകളയുകയില്ല. അവൻ പാപികളെ ശിക്ഷിക്കുകയും നീതിമാന്മാരെ ഉയർത്തുകയും ചെയ്യുന്നു. ജോബിൻ്റെ മക്കൾ പാപം ചെയ്തതുകൊണ്ടാണ് അവർ നശിച്ചതെന്ന് ബിൽദാദ് സൂചിപ്പിക്കുന്നു. ജോബ് ദൈവത്തെ മനസ്സോടെ അന്വേഷിച്ചാൽ ദൈവം അവനെ പുനഃസ്ഥാപിക്കും എന്നും വെളിവാക്കുന്നു. ബിൽദാദ് ജോബിനോട് പഴയ തലമുറയുടെ ഉപദേശങ്ങൾ കേൾക്കാൻ ആവശ്യപ്പെടുന്നു. ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ പ്രത്യാശ ചിലന്തി വലയം പോലെ നശിക്കാനിടയുള്ളതാണെന്ന് പറയുന്നു. ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല, ദുഷ്ടരെ താങ്ങുകയുമില്ല. ജോബ് 8-20 തിരുവചനം. ജോബ് തൻ്റെ സുഹൃത്ത് ബിൽദാദിൻ്റെ വാദത്തിന് മറുപടി കൊടുക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വവും നീതിയും ജോബ് അംഗീകരിക്കുന്നു. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് വാദിക്കാൻ അർഹനല്ലെന്നും അവൻ പറയുന്നു. ദൈവം അതീവ ശക്തനും അഗാധനുമാണ്. അവൻ്റെ പ്രവൃത്തികൾ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുകയില്ല എന്ന് ജോബ് പറയുന്നു. അവൻ ഗ്രഹിക്കാനാകാത്ത അത്ഭുതങ്ങൾ ചെയ്യുന്നു, എണ്ണാനാകാത്ത അത്ഭുതങ്ങൾ ചെയ്യുന്നു. ജോബ് 9-10 തിരുവചനം. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു മധ്യസ്ഥൻ ഉണ്ടാകണമെന്നതാണ് ജോബിൻ്റെ ആഗ്രഹം. ഞങ്ങൾ ഇരുവരുടെയും ഇടയിൽ വിധി പറയുന്നവനില്ല, അവൻ ഞങ്ങൾക്കിടയിൽ കൈവയ്ക്കട്ടെ. ജോബ് 9-33 തിരുവചനം. ജോബ് ദൈവത്തോടുള്ള തൻ്റെ വേദനയും ആശങ്കയും തുറന്നു പറയുന്നു. അവൻ തൻ്റെ ജീവനെ വെറുക്കുന്നു. ജോബ് ദൈവം തന്നെ സ്നേഹത്തോടെ സൃഷ്ടിച്ചതായി ഓർക്കുന്നു. ദൈവം എന്തുകൊണ്ട് തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ തള്ളുകയും ദുഷ്ടന്മാരുടെ ആലോചനയെ അനുകൂലിക്കുകയും ചെയ്യുന്നത് നിനക്ക് നല്ലതാകുമോ? ജോബ് 10-3 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.